അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തെ, നിന്റെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടിറങ്ങിയ കാന്തപുരം ഉസ്താദ് നേരെ വെളിയിൽ വന്ന്, ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മീഡിയാസിനെയൊക്കെ സജ്ജമാക്കി നിർത്തി നേരെ വെളിയിൽ വന്ന് ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ട് ആ പ്രസ് മീറ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് മാത്രമല്ല മീഡിയാസ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പരിപൂർണ്ണ സുരക്ഷിതരാണ്, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇന്ത്യൻ. അങ്ങനെയൊക്കെ കാന്തപുരം ഉസ്താദ് എപ്പോൾ പറഞ്ഞോ, ഞങ്ങളാരും കേട്ടില്ല. ഇതിന് മുമ്പൊരു വിഷയം ഉണ്ടായി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉസ്താദ് ഇറക്കി. സ്ത്രീകള് അത്രയും അതുല്യമായ സംഭാവനകൾ ചെയ്യുന്നുണ്ട്, പുരുഷന് പ്രസവിക്കാൻ കഴിയില്ല. അപ്പൊ പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് എന്ന് പറയുന്ന സമത്വത്തെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? സ്ത്രീകൾക്ക് ഒരുപാട് പുരുഷനേക്കാൾ ഒരുപാട് മഹിതമായ സ്ഥാനങ്ങളുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോ പിറ്റേ ദിവസം അതിനെ വളച്ചൊടിച്ച് ആകെ കോലാഹലം. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാക്കി മാറ്റി. നേരെ മറിച്ച് പറഞ്ഞത് എന്താണ്? സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ, പുരുഷൻ അതിനില്ല, പുരുഷൻ സ്ത്രീയുടെ താഴെയാണ്, അഥവാ പുരുഷനുള്ളൊരു കുറവാണ്, സ്ത്രീക്കുള്ളൊരു കൂടുതലും ഉസ്താദ് പറഞ്ഞ. അത് നേരെ മാധ്യമങ്ങളായ കാന്തപുരം വിരോധികൾ വളച്ചൊടിച്ചിട്ട് എന്ത് പറഞ്ഞു? സ്ത്രീക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് കാന്തപുരം പറഞ്ഞു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലാക്കി. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് മീഡിയാസിനെ മൊത്തം വിളിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന് ഇറങ്ങിയ ഉടനെ കാന്തപുരം പറഞ്ഞോ, ഇന്ത്യൻ മുസ്ലിങ്ങൾ വലിയ സുരക്ഷതയിലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് കീഴിൽ, അതുകൊണ്ട് നമ്മളെല്ലാവരും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുക, നമ്മളെല്ലാവരും നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുക, ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞോ? എടോ, ഒരു നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലേ സുഹൃത്തുക്കളെ? ഒരു മാധ്യമം നാഷണൽ മീഡിയ വിളിച്ച് ചോദിക്കുകയാണ്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിനകത്ത് വീഡിയോ കോളില് ഒരു മാധ്യമം നേരിട്ട് വന്ന് ചോദിച്ചതല്ല, ചോദിക്കുകയാണ്, നിങ്ങൾ പൂരാ ദുനിയാമേ ജാക്കേ ദേക്കാ, നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളല്ലേ, പല വിദേശ രാജ്യങ്ങളിലും സഞ്ചരിച്ച ആളല്ലേ, ലോകം മുസ്ലിമീങ്ങളെ അടുത്തറിഞ്ഞ ആളല്ലേ, നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് എന്താണ് മുസ്ലിമീങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഇതെന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞ് ചോദിക്കാണ്. ആ ചോദ്യം ഒന്ന് കേട്ടു. आप दुनिया में जाके ये बात कहते हैं, भारत में क्या मुसलमान सेफ है? क्योंकि कई लोग ये कहते हैं कि भारत में मुसलमान सेफ नहीं है. आपका क्या व्यू है? मेरा लास्ट क्वेश्चन है आपसे. വളരെ വ്യക്തമായിട്ട് പറയാണ്, ലോക രാജ്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ലോക രാജ്യത്തിന്റെ മുമ്പിൽ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് പറ്റ മോശമാണ്, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നല്ല ഉസ്താദ് പറഞ്ഞു. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ മസ്ജിദുകൾ നടക്കുന്നുണ്ട്, അറബി കോളേജുകൾ നടക്കുന്നുണ്ട്, മറ്റുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇന്ത്യയിൽ എല്ലാവിധ പ്രബോധനങ്ങളും എല്ലാവിധ മസ്ജിദുകളും മദാറസകളും സ്ഥാപനങ്ങളും നടത്തുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇവിടെ നേരിടുന്നില്ല എന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾ സേഫാണ്, ഇന്ത്യയിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ കടന്ന് കഷ്ടപ്പെടുകയാണ് നിലവിളിച്ചോണ്ട് പറയണോ? അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മോഡിയെ കണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് തയ്യാറാക്കി കൊടുത്ത് അതിൽ വേണ്ട നടപടി എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നതിന് ശേഷം അയാൾക്കെതിരെ കുരക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അയാൾക്കെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും. അയാൾക്കെതിരെ അല്ല, ഫാസിസത്തിനെതിരെ. നമ്മുടെ ശത്രു മോഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ല, നമ്മുടെ ശത്രു ഫാസിസ്റ്റുകളാണ്, എക്കാലത്തെയും ഫാസിസ്റ്റുകളാണ്. അപ്പൊ അവർക്കെതിരെ നമ്മൾ സംസാരിക്കും, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അല്ലെങ്കിൽ മോഡി പുണ്യാളനാണ്, കാന്തപുരം ഉസ്താദ് സന്ദർശിച്ചത് കൊണ്ട് മോഡി പുണ്യാളനാണ് എന്നൊന്നും ഒരാൾക്കും ഇവിടെ അഭിപ്രായമില്ല. അങ്ങനെ ഇത്രയും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ച് പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണ് ഉസ്താദ് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന്? അപ്പൊ അത് പറയാനുണ്ടായ സാഹചര്യവും അതിന്റെ ദുർവ്യാഖ്യാനം ചെയ്യാതെ പറയാനുണ്ടായ സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ കാന്തപുരം ഉസ്താദ് മോഡിയുടെ കാല് പിടിച്ചു എന്ന്. അങ്ങനെ കാല് പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്, ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ഈ ഉമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇവിടെ കടന്ന് കുരച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? അവിടെ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് ഇരുത്തി സംസാരിച്ച് പറയുന്നത് കേൾക്കുക. പ്രധാനമന്ത്രി ഒരു പണ്ഡിതനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ? അയാളെ കേട്ട് അയാളോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിന് ആ പ്രശ്ന പരിഹാരം നേടുക, അതാണ് നമ്മളുടെ ലക്ഷ്യം. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയാണ്, ഉള്ളിലിരിക്കുന്ന ആള് മഹാമോശാണ്, ഇന്ത്യ രാജ്യം ഭയങ്കര അപകടത്തിലാണ്, നമ്മൾ ആകെപ്പെട്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റിയ സാഹചര്യമാണോ അത്? ആണോ? ചിന്തിക്ക് ചങ്ങാതിമാരെ. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ചില പേനയുന്തികൾ കുരക്കുന്നത് പോലെ കുരച്ചു കഴിഞ്ഞാൽ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സിസ്റ്റം അവരുടെ കയ്യിലാണ്, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. ആ ഭരണാധികാരിയുടെ അടുത്ത് പോയിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ചങ്കൂറ്റം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം, അതിനുള്ള ഒരു അർഹത, അതിനുള്ള ഒരു യോഗ്യത കാന്തപുരം ഉസ്താദിനുണ്ട് എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അസൂയ, വെറും അസൂയ. പിന്നെ വിവരമില്ലാത്ത നിഷ്കളങ്കരായ കുറച്ച് ചെറുപ്പക്കാർ മറ്റുള്ളവർ പറയും കാന്തപുരം ഉസ്താദ് ഒന്നും അറിയുന്നില്ല. ഇപ്പൊ എന്തായാലും ചങ്ങാതി ഒരു ബ്ലോഗറെ, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്ലോഗർ, ഓൻ പറയുന്നത് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഓനൊരു പോസ്റ്റർ എടുത്ത് വെച്ചിട്ട് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല എന്ന് കാന്തപുരം പറഞ്ഞു. ആ കുട്ടിയുടെ വിചാരം എന്താ? ഏതോ വഹാബി മീഡിയ അടിച്ചുവിട്ട ഈ പോസ്റ്റ് കണ്ടിട്ട് വന്നിട്ടുണ്ട് പ്രതികരിക്കുക.
കാന്തപുരം ഉസ്താദ് പറഞ്ഞു, അതിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്, ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞു. എന്നിട്ട് ആ പോസ്റ്റിന് വന്നിട്ട് റിയാക്ഷൻ ചെയ്യുന്നു, ഇങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞു. കാന്തപുരം ഉസ്താദ് സത്യത്തിൽ പറഞ്ഞ എന്താ, അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ വളരെ സന്തോഷമായിട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. അതല്ലാതെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് കീഴിലോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നാണോ പറഞ്ഞത്? പിന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക ഏറ്റെടുത്ത ചില പേനയുന്തികൾ ചോദിക്കുന്നത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ലേ? ചങ്ങാതിമാരെ പ്രശ്നമുണ്ട്. മുസ്ലിമീങ്ങൾക്ക്, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് 15%, 20%-ഓളം വരുന്ന മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമുണ്ട്. എന്നാൽ 80%-ഓളം വരുന്ന മുസ്ലിങ്ങൾ സുരക്ഷിതമായിട്ട് ആണ് ഇവിടെ ജീവിക്കുന്നത്. മതസ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യ രാജ്യമാണ്, ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട്, നല്ല ഭരണഘടനയുണ്ട്. എന്നാൽ 15-20% വരുന്ന മുസ്ലിമുകൾക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഉന്നയിക്കാൻ തന്നെയാണ് ഈ പറയപ്പെടുന്ന പ്രധാനമന്ത്രിയെ കാണാൻ പോയത്. പ്രധാനമന്ത്രിയുടെ അടുത്ത് അത് ഉന്നയിക്കുകയും അതൊരു നിവേദനമാക്കി കൊടുക്കുകയും ചെയ്തതിനു ശേഷം പ്രധാനമന്ത്രിയോട് ഇന്ന പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ട്, ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹം പരിഹാരം കണ്ടെത്താമെന്നും പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങിയതിനു ശേഷം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മതി, പുറത്തിറങ്ങിയതിനു ശേഷം ഇതിനുള്ളിലിരിക്കുന്ന പ്രധാനമന്ത്രി വളരെ മോശപ്പെട്ടവനാണ്, മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവനാണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും? മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോയത്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. തിങ്ക് യുവർ സെൽഫ്. ഇവിടെ പ്രവീൺ തൊഗാഡിയ വന്നിട്ട് പ്രസംഗിക്കണ്ടായി, കേരളത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഉടനടി മറുപടി കൊടുത്തു. ഉടനടി എവിടെ നിന്നെങ്കിലും വന്ന ഒരുത്തൻ, ഇവിടെ കേരളത്തെ കുറിച്ച് അറിയാത്ത ഒരുത്തൻ എവിടെ നിന്നെങ്കിലും വന്ന് ഇവിടെ ഉള്ളവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞ ഗോ എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ആ സ്പോട്ടിൽ മറുപടി കൊടുത്തു. ആരെങ്കിലും കൊടുത്തു? അന്ന് നിങ്ങളൊക്കെ ഈ ന്യായീകരണ തൊഴിലാളികളൊക്കെ എവിടെ ആയിരുന്നു? അതുപോലെ ISIS തീവ്രവാദികൾ പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ ഒരു അവകാശം തന്നെ അവരും പറഞ്ഞത്, മുസ്ലിമീങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ ഞങ്ങളിതാ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവന ഉടനെ ഉസ്താദിന്റെ മറുപടി, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അന്ന് ഉസ്താദ് തന്നെ പറഞ്ഞത്, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് ആ പേരും പറഞ്ഞ് വരണ്ടെന്ന് പറഞ്ഞു. എന്ന് മുസ്ലിം ഉമ്മത്തിന് പ്രതിസന്ധി ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അന്ന് മുൻപന്തിയിൽ തന്നെ ഉസ്താദ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും നിങ്ങളുടെ കണ്ണട വെച്ചിട്ട് കാണാൻ കഴിയില്ല. അതിനൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള, ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള കണ്ണട വെക്കണം. നിങ്ങളുടെ ഈ ഒരു മൂഢത ബാധിച്ച ഈ മന്ന കണ്ണടകൾ മാറ്റി വെക്കണം. നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല, നമ്മൾ അവരെ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള്, നമ്മളെ കേരളത്തെ പറ്റി ഒന്നും പരിചയമില്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കുത്തിരിക്കുന്നവരല്ല ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. അത് പ്രത്യേകത്തിൽ മനസ്സിലാക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരുത്തം വന്നിട്ട് മുസ്ലിമുകളൊക്കെ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ എന്ന് നമ്മൾ പറയും, വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വക വടായൊന്നും വിടാതെ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദവും, ഇന്ത്യ രാജ്യത്ത് മതമൈത്രിയും, ഇന്ത്യ രാജ്യത്ത് മതസഹിഷ്ണുതയും നിലനിർത്താനാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിംകളും എല്ലാവരും ചിന്തിക്കേണ്ടത്.